ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുടി വൈകുന്നേരം കുളിച്ചിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ. രാവിലെയും കുളിച്ചതാണ്. വൈകുന്നേരം അമ്പലത്തിൽ വിളക്കുകൊളുത്താൻ പോകണം. അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, തലപാലായ്മ ഉണ്ടെങ്കിൽ കുളിച്ച് കയറുന്നതോടുകൂടി വേണം വിളക്ക് വയ്ക്കാൻ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ 2 പ്രാവശ്യം, പിന്നെ പാക്ക് ചെയ്ത് കാണിക്കുവാണെങ്കിൽ 3 പ്രാവശ്യമൊക്കെ കുളിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് കുളിച്ചതാണ് കേട്ടോ. മുടി ഉണങ്ങിയിട്ടില്ല, വിടുത്തിയിടുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഇടാൻ പറ്റില്ല എന്ന് കേട്ടോ. മുടി നനയ്ക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ ദിവസവും മുടി കഴുകാമോ എന്നൊക്കെ ചോദിച്ചു. ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം മുടി കഴുകണോ അത്രത്തോളം നല്ലതാണ് കേട്ടോ. പിന്നെ ഈ മുടി കഴുകരുതെന്ന് പറയുന്നത്, ഈ ഹെയർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞവരുണ്ടാവും, കെരാറ്റിൻ ട്രീറ്റ്മെന്റ്, ബോട്ടോക്സ് ഒക്കെ ചെയ്ത് അവരോട് പറയും ഡെയിലി മുടി കഴുകരുത്, നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ തന്നെ മാറിപ്പോകും. അങ്ങനെയുള്ളവർക്കാണ് കേട്ടോ മുടി ദിവസേന കഴുകരുതെന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും മുടി എത്ര പ്രാവശ്യം വേണമെങ്കിലും മുടി കഴുകാം കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ചേട്ടന് വാലായ്മയാണ്, അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ കുളിച്ച് പോകേണ്ടി വന്നത്. പിന്നെ തിരുവനന്തപുരത്ത് നിന്നുള്ള സുനിതാജി സംശയം ചോദിച്ചിരുന്നു. വളരെ സന്തോഷം കേട്ടോ. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഇതുപോലെ ഹെയർ ഡൈനെ കുറിച്ചിട്ടാണ് കേട്ടോ, നാച്ചുറൽ ഹെയർ ഡൈനെ കുറിച്ചിട്ടുള്ള സംശയമാണ്. അപ്പോൾ അത് വേണ്ടവണ്ണം ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹെയർ ഡൈ ചെയ്യുന്നവരോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നമ്മൾ മുടി കറുപ്പിക്കാനാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 2 പാക്കായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഒന്ന്, നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എണ്ണമെഴുക്കുണ്ടെങ്കിൽ കളയണം കേട്ടോ. എണ്ണമെഴുക്കോടുകൂടി നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് കളർ കിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, മുടിയിൽ എണ്ണമെഴുക്കുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് കഴുകി കളയണം കേട്ടോ. അപ്പോൾ ഞാൻ ഷാമ്പു ഒന്നും സോപ്പ് ഒന്നും പ്രിഫർ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും അല്ലേ, ഫാമിലി, നമ്മുടെ യൂട്യൂബ് ഫാമിലി അല്ലേ, അവർക്കൊക്കെ അറിയാൻ പറ്റും ഞാൻ പകരം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് എണ്ണമെഴുക്കെല്ലാം കളയണം. എന്നിട്ട് വേണം നമ്മളുടെ പാക്കൊക്കെ യൂസ് ചെയ്യാൻ. അപ്പോൾ 2 പാക്കായിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് പാക്കിൽ നമ്മൾ നെല്ലിക്കയും മൈലാഞ്ചിയും കൂടിയിട്ടുള്ള പാക്കാണ്, കട്ടൻ ചായയിൽ ചെയ്യുന്നതാണ്. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. അല്പം നാരങ്ങ, പകുതി നാരങ്ങ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, താരൻ ഇല്ലാതെ ഇരിക്കും കേട്ടോ. താരന് നല്ലതാണ് ഈ നാരങ്ങ നീര് ചേർത്താൽ കേട്ടോ. കുറച്ചുകൂടി കളർ കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ മൈലാഞ്ചി കൂടുതൽ എടുക്കാം, നെല്ലിക്ക അല്പം കുറച്ചിട്ട് എടുക്കാം കേട്ടോ. ഈ നെല്ലിക്ക കുറച്ചിട്ട് മൈലാഞ്ചി കൂട്ടിയെടുക്കാൻ പറയുന്നതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഫസ്റ്റ് പാക്ക് ചെയ്ത് കഴിയുമ്പോൾ മുടി ബ്രൗൺ ആയി കിട്ടണം അല്ലെ, നരച്ച മുടിയെല്ലാം ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബ്രൗൺ ആയിട്ട് കിട്ടണം. അപ്പോൾ ചിലവർക്ക് സംശയം തോന്നും, മൈലാഞ്ചി മാത്രം പോരെയെന്ന്. നെല്ലിക്ക കൂടി ചേർക്കുമ്പോഴാണ്, നെല്ലിക്കയുടെ ആ അയൺ സത്ത് കൂടി പിടിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി കളർ കിട്ടുകയും ചെയ്യും, കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടിട്ടാണ് കേട്ടോ നെല്ലിക്ക കൂടി ചേർക്കാൻ പറയുന്നത്. അപ്പോൾ ഇത് ഈ ഫസ്റ്റ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി ബ്രൗൺ കളറായിട്ടിരിക്കും. അത് കഴിഞ്ഞ് സെക്കൻഡ് പാക്ക് നീലാംബരി നിങ്ങൾക്ക് വെറും വെള്ളത്തിൽ കലക്കിയാൽ മതി കേട്ടോ. അത് കട്ടൻ ചായയിലൊന്നും കലക്കണ്ട, വെറും വെള്ളത്തിൽ കലക്കിയാൽ മതി. കലക്കിയിട്ട് ആദ്യത്തെ പാക്ക് നമ്മൾ തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂറോ 1 മണിക്കൂറോ എത്ര നേരം വേണമെങ്കിലും. നമ്മൾ കൂടുതൽ നിൽക്കുന്നവരും നമുക്ക് കൂടുതൽ കളർ കിട്ടും. എന്നിട്ട് നമ്മളത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് മുടിയിലെ വെള്ളം ഒന്ന് കഴുകി കളയാം കേട്ടോ, തുടച്ച് കളയാം. തുടച്ച് കഴിയുമ്പോൾ കുറച്ച് ഈർപ്പമൊക്കെ ഉണ്ടാകും, കുഴപ്പമില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സെക്കൻഡ് പാക്കായ നീലാംബരി തേക്കാം. ഈ നീലാംബരി തേച്ച് കഴിയുമ്പോൾ, നീലാംബരി എന്ന് പറയുമ്പോൾ ഇൻഡിഗോ പൗഡർ ആണല്ലോ, അതെല്ലാവർക്കും അറിയാം. ഇൻഡിഗോ എന്ന് പറയുന്നത് വയലറ്റ് ആണ്. അപ്പോൾ ഈ ബ്രൗൺ കളറിൽ വയലറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ബ്ലാക്ക് ആവും കേട്ടോ. അപ്പോൾ ചിലർ തെറ്റിദ്ധരിച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് തേക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം നിങ്ങൾ 2 പാക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഈ ചെയ്യാത്തവർ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യണം. കാരണം നമ്മുടെ ബേസ് നമുക്ക് മുടിയിൽ കിട്ടണം.
അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ 60% കിട്ടും, റിസൾട്ട് കിട്ടും. തന്നെ രണ്ടാമത്തെ തവണ ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. 80% കിട്ടും. പിന്നെ തേർഡ് ചെയ്യുമ്പോൾ 100% കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യത്തെ തവണ മാത്രമേ ഈ 3 പ്രാവശ്യം ചെയ്യുക കേട്ടോ, ഫസ്റ്റും സെക്കൻഡും. അത് കഴിഞ്ഞ് നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ മതി, പിന്നെ 3 ആഴ്ച കൂടുമ്പോൾ മതി, പിന്നെ നമുക്ക് മാസത്തിൽ ഒരിക്കൽ മതി, ചിലപ്പോൾ നമുക്ക് 2 മാസമൊക്കെ കൂടുമ്പോൾ മതിയാവും. ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ബ്രൗൺ കളർ ബേസ് നിൽക്കുന്നുള്ളവർക്കാണെങ്കിൽ നമുക്ക് സെക്കൻഡ് പാക്ക് മാത്രം അപ്ലൈ ചെയ്താലും മതി. അത് ഓരോരുത്തരുടെ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ചിരിക്കും, നിറം കുറയുന്നതും കൂടുന്നതും. അപ്പോൾ പിന്നെ കൂടാതെ നമ്മൾ ചെയ്യുന്ന പാക്ക് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. എന്തായാലും 100% റിസൾട്ട് കിട്ടുന്നുള്ളത് ഉറപ്പായ കാര്യമാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം കേട്ടോ. അപ്പൊ പറയുന്ന രീതി തന്നെ ചെയ്യണം കേട്ടോ. ഒരു കൂട്ടർ ഇതുപോലെ പറഞ്ഞു, പയ്യനാണ് കേട്ടോ, ആൺകുട്ടിയാണ്. എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ നീലാംബരി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം അത് കുറച്ച് നേരം പിടിക്കുമല്ലോ, പിടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കഴുകാൻ നോക്കുമ്പോൾ ഇങ്ങനെ സ്റ്റാച്ചു പോലെ ഇരിക്കുന്ന മുടി കീല് പിടിപ്പിച്ച വണ്ണം ഇരിക്കുന്നു, അത് വേറിട്ട് വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ നീലാംബരി ഏതിലാ കലക്കണേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കഞ്ഞിവെള്ളത്തിലാ കലക്കണേന്ന് പറഞ്ഞു. ശരിക്കും കഞ്ഞിവെള്ളത്തിലൊന്നും കലക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കഞ്ഞിവെള്ളം ആകുമ്പോൾ ഇതും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ തുണിയൊക്കെ വെക്കൂലേ, വടി പോലെ ഇരിക്കില്ലേ, അതിപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ വടി പോലെ ഇരിക്കും, വാഷ് ചെയ്ത് കളയാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ആ കുട്ടിക്ക് കളറൊക്കെ കിട്ടി കേട്ടോ, നല്ല കളറ് കിട്ടി, കറുപ്പ് കിട്ടി. അപ്പൊ കുറച്ച് പ്രയത്നിക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല, പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തേച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇത് കെമിക്കൽ അല്ലല്ലോ, ഇതുകൊണ്ട് നമുക്ക് മുടിയും വളരും, മുടിക്ക് നല്ല തലയ്ക്കൊക്കെ നല്ല കൂളിംഗ് ആയിരിക്കും. നമ്മളിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് മുടി വലുതാവുകയും ചെയ്യും, മുടി ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, പോയ മുടിയെല്ലാം നമുക്ക് തിരിച്ചു വരും. പിന്നെ ചിലർക്കുള്ള ഏറ്റവും വലിയ സങ്കടം മുടി കൊഴിഞ്ഞു പോകണോ എന്നുള്ള സങ്കടമാണ്. അപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു അസുഖമില്ല, ഒരു കുഴപ്പമില്ല, പക്ഷെ വെറുതെ മുടി കൊഴിഞ്ഞു പോകണമെന്ന്. അപ്പോൾ പിന്നെ നമുക്കതിന് ആൻസർ ഉണ്ട്. കാരണം മുടിക്ക് 3 സ്റ്റേജസ് ഉണ്ടല്ലോ, ഹെയർ ഗ്രോത്തിന് 3 സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റേജസ് കാരണമാണ് നമുക്ക്, ആ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ സൈക്ലിംഗ് ആണ്, അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ഹെയർ ഗ്രോത്ത് ആയിരിക്കും, റാപ്പിഡ് ഹെയർ ഗ്രോത്ത് ആയിരിക്കും. സെക്കൻഡ് സ്റ്റേജിൽ സ്ലോ ഡൗൺ ആയിരിക്കും. തേർഡ് സ്റ്റേജിൽ ഷെഡിങ് ആയിരിക്കും, മുടി കൊഴിഞ്ഞു പോവായിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇതിനൊക്കെ ഓരോ കാലാവധി ഉണ്ട് കേട്ടോ. ഫസ്റ്റ് 6 to 7 ആണ് ഹെയർ ഗ്രോത്തിനുള്ളത്. അങ്ങനെ ഓരോന്നിനും ഓരോ സമയമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഷെഡിങ് പീരീഡ് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഫസ്റ്റിലേക്ക് വരും, ഹെയർ ഗ്രോത്തിൻ്റെ വരും. അപ്പോൾ നിങ്ങൾ ഒരു കാരണമില്ലാണ്ട് മുടി കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, പോയ മുടിയെല്ലാം നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് തിരിച്ചു വരും കേട്ടോ. അപ്പോൾ അത് ആ സൈക്ലിംഗ് ആണെന്ന് ഓർത്താൽ മതി. അപ്പം വേറെ അല്ലാതെ തൈറോയിഡ്, പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ, പൈൽസ്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളവർക്കാണെങ്കിൽ അതിനനുസരിച്ച്, പിന്നെ വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടാവാം, അങ്ങനെയുള്ളവർക്കൊക്കെ മുടി കൊഴിച്ചിൽ ഉണ്ടാവും കേട്ടോ. അത് ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രതിവിധി നേടാവുന്നതാണ് കേട്ടോ. ഇനി ഒരു കാരണമില്ലാണ്ട് മുടി കൊഴിച്ചിലാണെങ്കിൽ നിങ്ങൾ ഒട്ടും ഭയപ്പെടണ്ട, നിങ്ങൾക്ക് പോയ മുടിയെല്ലാം തിരിച്ചു വരും കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റേജസിലും എന്തെല്ലാം അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ളുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ എല്ലാം കിട്ടും കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ കാണാത്തവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ പേടിക്കണ്ട, അസുഖമില്ല അതുകൊണ്ടിട്ടാണ് എൻ്റെ മുടി ഊരിപ്പോകുന്നത് എന്താണ് നല്ലൊരു ടെൻഷനാണെങ്കിൽ അതിനൊട്ടും ടെൻഷൻ വേണ്ട. അപ്പം നമ്മളപ്പോൾ ഹെയർ ഗ്രോത്തിൻ്റെ ഈ സൈക്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഓരോ സ്റ്റേജസിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുടിക്ക് പുറമേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അകത്തും അപ്ലൈ ചെയ്യണം ഓരോന്ന് കേട്ടോ. അതുപോലെ ശരീരം ചൂടാവാതെ നോക്കാം. തലയ്ക്ക് ഭയങ്കര പുകച്ചിലാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ പുകച്ചിലിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എപ്പോഴും കൂളിംഗ്
ആക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണ് കൂളിംഗ് ആക്കിക്കൊണ്ടിരിക്കുക? നമുക്ക് നല്ല നല്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുക, ശരീരത്തെ തണുപ്പിക്കുക. ബ്ലഡ് ചൂടാവുന്നതുകൊണ്ടാണ് നമുക്ക് തല എപ്പോഴും പുകച്ചിലായിട്ട് തോന്നുന്നത്. അപ്പോൾ എന്നോട് അത് പറഞ്ഞിരുന്നു, തല പുകച്ചിലിൻ്റെ കാര്യം നമ്മളെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചു. അത് കാരണം ഇതാണ് കേട്ടോ, നമുക്ക് ടെൻഷൻ ഉണ്ടാവാം. നമുക്ക് നമ്മളുടെ ഈ ബിസി ലൈഫിൽ നമ്മൾ എപ്പോഴും തിരക്കായിരിക്കും അല്ലേ. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട ആഹാരം കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കണം. ബ്ലഡ് ചൂടാവാതെ നമ്മൾ നോക്കുക, ടെൻഷൻ കുറയ്ക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം കഴിക്കുക. പിന്നെ ചെറുപയർ ഏറ്റവും ഉത്തമമാണ് കേട്ടോ. കൂടുതൽ ചൂടുള്ളവർ ചെറുപയർ മിക്കവാറും ആഴ്ചയിൽ 3-4 ദിവസം ചെറുപയർ കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഈ ചെറുപയർ കഴിക്കുമ്പോൾ നമ്മളൊന്ന് മുളപ്പിച്ചും കൂടി എടുത്താലോ 100 ഇരട്ടിയാണ് അതിൻ്റെ റിസൾട്ട് കേട്ടോ. അപ്പോൾ ഈ തല പുകച്ചിലുള്ളവർ ഈ ചെറുപയർ ഒന്ന് അടുപ്പിച്ച് കഴിച്ചു നോക്കൂ. നമുക്ക് ബ്ലഡ് തണുക്കും, അതോടുകൂടി തലയിൽ പുകച്ചിലും തല ചൂടെല്ലാം മാറും കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ബ്ലഡ് ചൂടാവും തോറും നമുക്ക് തലയൊക്കെ ചൂടായിക്കൊണ്ടിരിക്കും. ടെൻഷൻ വരുമ്പോൾ ചൂടാവും, അങ്ങനെ BP കൂടുമ്പോൾ ചൂടാവും, അങ്ങനെ ഓരോരോ പ്രശ്നം ഉണ്ടാകും. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ഈ ചെറുപയർ പോലെയുള്ള ധാന്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. ചൂട് അങ്ങനെയുള്ളവർ എരിവ് കുറയ്ക്കുക കേട്ടോ. മുളക് ധാരാളം കൂട്ടരുത്, ശരീരത്തിൽ ചൂട് കൂടും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ തണുത്ത ആഹാരങ്ങൾ കഴിക്കുന്നത് പോലെ തന്നെ നമ്മൾ എരിവ് കുറയ്ക്കുക. മുളക് പൊടി ഇടുന്നിടത്ത് പച്ചമുളക് ഇടാം, അപ്പോൾ അത്രയ്ക്ക് എരിവ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിലും നമ്മൾ എരിവ് നിയന്ത്രിക്കണം. ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, നമ്മുടെ തലപുകച്ചിൽ എല്ലാം മാറും. അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന രീതിയിലുള്ള ജെല്ല്, പിന്നെ തലപുകച്ചിലുള്ളവർക്ക് നീലബൃങ്ങാതി എണ്ണയോ വെളിച്ചെണ്ണയോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ്. കാരണം 3 തരം പാലുകളാണ് അതിൽ ചേർക്കുന്നത് കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, പശുമ്പാൽ ഉണ്ടാവും, ചിലവർ ആട്ടുംപാൽ, പിന്നെ എരുമപ്പാൽ, ചിലവർ പശുമ്പാൽ, ആട്ടുംപാൽ, തേങ്ങാപ്പാൽ, ഇങ്ങനെ മാറി മാറി ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും 3 തരം പാൽ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചൂട് കുറയും നീലബൃങ്ങാതി തേച്ച് കഴിഞ്ഞാൽ. ഞാൻ നീലബൃങ്ങാതിയെ കുറിച്ചിട്ട് സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് കാണാത്തവർ കണ്ടു നോക്കൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് മാറ്റാവുന്നേ ഉള്ളൂ. ഈ ചൂട് തലപുകച്ചിലൊക്കെ മാറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹൈബിസ്കസിൻ്റെ ജെല്ലുണ്ട്, ഫ്ലാക്സീഡ് ജെല്ലുണ്ട്, ഉലുവ ജെല്ലുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള കറ്റാർവാഴ ജെല്ലുണ്ട്, ഇത്രയും ജെല്ലുകളുണ്ട്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ 2 ദിവസം ഇതിലേതെങ്കിലും 2 ജെല്ല് മാറി മാറി ഉപയോഗിച്ച് നോക്കൂ. തലയുടെ ആ ചൂടൊക്കെ മാറും. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, പിന്നെ ഈ പറഞ്ഞ പോലെ ധാന്യങ്ങൾ കഴിക്കുക, തണുത്തുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു 2 ആഴ്ച ഒന്ന് ശ്രദ്ധിച്ചോളൂ, നമ്മുടെ ഭക്ഷണ രീതി ഒന്ന് ശ്രദ്ധിച്ചോളൂ, നമുക്ക് നല്ല മാറ്റം ഉണ്ടാകും, 100% മാറ്റം ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ചൂടുള്ള കാലാവസ്ഥയിൽ പോയാലും നമുക്ക് ചൂട് അനുഭവപ്പെടില്ല. ഇപ്പോൾ തന്നെ യാത്രയ്ക്ക് പോയപ്പോൾ തന്നെ നല്ല ചൂടാണ് UP-യിൽ, പക്ഷേ നമുക്കത് അനുഭവപ്പെട്ടില്ല എന്നാണ് വാസ്തവം കേട്ടോ. നല്ല തണുപ്പാണെങ്കിൽ പോലും അതും അനുഭവപ്പെട്ടില്ല, നമുക്ക് ആ നോർമലായിട്ടുള്ള ഇതായി തോന്നിയിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന പാക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് അതിൻ്റെതായ ഗുണങ്ങളൊക്കെ ഇങ്ങനെ യാത്രയ്ക്കൊക്കെ പോകുമ്പോഴാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ചൂട് കൂടുതലുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കാം, ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ഡേ ടൈമിൽ വേണം യൂറിൻ പാസ് ചെയ്യാൻ കേട്ടോ. വെള്ളം കുടിക്കുക മാത്രമല്ല യൂറിൻ പാസ് ചെയ്യുക, എന്നാലേ നമ്മുടെ ശരീരത്തിലുള്ള ദുർമേധസ്സെല്ലാം പോകുള്ളൂ കേട്ടോ, ചൂട് കുറയും. അപ്പോൾ 1-2 ആഴ്ച ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ഈ പറഞ്ഞ വേണം, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോളൂ, നമ്മുടെ മുടി കൊഴിച്ചിൽ മാറും കേട്ടോ. മുടി കൊഴിച്ചിൽ മാറും, തലയിലെ ചൂട് മാറും, അതുപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും, ഡാൻഡ്രഫ് മാറും, ഡ്രൈനെസ് മാറും, എല്ലാം നമുക്ക് എല്ലാം നമുക്ക് എല്ലാത്തിനും ആശ്വാസം കിട്ടും. അപ്പോൾ ഞാൻ സംസാരിച്ച് ചിലപ്പോൾ കൂടുതലായിട്ട് സംസാരിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ ക്ഷമിക്കുക, കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.